ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഷിജിലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അറേബ്യൻ ഗ്രേപ്പ് ജ്യൂസ് ആണ്. ഇത് നമ്മൾ സാധാരണ ഗ്രേപ്പ് ജ്യൂസ് അടിക്കുന്നത് പോലെയല്ല, മുന്തിരിങ്ങ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1/4 കിലോ മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. കറുത്ത മുന്തിരിങ്ങ, അതും സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് വെള്ളമാണ്. 250 ml അളവിലുള്ള കപ്പിൽ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പം നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മുന്തിരിങ്ങയ്ക്ക് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ മാത്രം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന മുന്തിരിങ്ങയുടെ അനുസരിച്ചിട്ട് മധുരത്തിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം മുന്തിരിങ്ങ. അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചൂടായ വെള്ളത്തിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കാം, പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെള്ളം തിളയ്ക്കട്ടെ. എന്നിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ മുന്തിരിങ്ങയൊക്കെ നല്ലപോലെ വേവും. അപ്പോഴേക്കും വെന്ത് കഴിയുമ്പോൾ മുന്തിരിങ്ങ എല്ലാം വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം മുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് എല്ലാം ഇതും മേളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി ഇപ്പം മുന്തിരിങ്ങ എല്ലാം നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇപ്പം നല്ലപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു തവിയുടെ പുറംഭാഗം കൊണ്ടോ അല്ല ഇതുപോലെ ഒരു മാഷറോ കൊണ്ടോ നന്നായിട്ട് മുന്തിരിങ്ങയൊക്കെ ഉടച്ചെടുക്കുക. അതിലെ പൾപ്പെല്ലാം വെള്ളത്തിലേക്ക് തന്നെ നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അരിച്ചെടുത്തതിന് ശേഷം തണുക്കാനായിട്ട് വെക്കുക. ഞാനൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യുകയാണ്. നമുക്കിതുപോലെ ജ്യൂസിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ആദ്യം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. 1-2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. പിന്നെ പുളിയുള്ള മുന്തിരിങ്ങയാണെങ്കിൽ നാരങ്ങ നീര് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിരുന്ന മുന്തിരിങ്ങ നല്ലപോലെ മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ നാരങ്ങ നീര് എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിങ്ങ നടുകെ കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും വേണം നിർബന്ധമില്ല. നമ്മുടെ മുന്തിരിങ്ങയുടെ ജ്യൂസ് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം വെറുതെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്കിങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന ജ്യൂസ് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചിട്ട് 1-2 ദിവസത്തേക്കൊക്കെ എടുത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് നല്ല ഇതാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഇത് കുടിക്കാനായിട്ടും. അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം കുടിക്കുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.